അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ രാജേട്ടൻ പണി മാറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതോടെ അടുത്തുള്ള വീട്ടിലെ കുട്ടി കേട്ടോ. അവനെങ്ങനെ വെച്ചിട്ടാ രാജേട്ടൻ പണി മാറ്റി വരുമ്പോൾ വണ്ടി അവിടെ കണ്ടാൽ അവിടെ നിർത്താൻ പറയും. രാജേട്ടൻ ഞാനും കയറട്ടെ അതിൽ വരും, ഇവിടെ വരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ അവൻ എന്താ വേണ്ട വെച്ചിട്ടാ, അവനെ ഒന്നും വേണ്ട. അപ്പോൾ ഈ ബിസ്ക്കറ്റ് കൊടുത്തു, ഇതൊന്നും വേണ്ട. അവന് വെറും കട്ടൻ ചായ. എനിക്ക് പറ്റിയ കമ്പനി കേട്ടോ, കട്ടൻ ചായയുടെ ആളാണ്. വേറെ ഒന്നും വേണ്ട, ഒന്നും കൊടുത്താലും മേടിക്കില്ല. ഇല്ല അതേ ചായ മാത്രം മതി അങ്ങനെ. അപ്പോൾ വന്നിട്ട് ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് കടന്നുറങ്ങിയിട്ടൊന്നും ഇല്ല കേട്ടോ. ഇന്നലെ ഒന്നും തിരുമ്പിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുണ്ടായിരുന്നു, ഇന്നലത്തെ ഇന്നത്തെയൊക്കെ ഉണ്ടായിരുന്നു. തിരുമ്പൽ കഴിഞ്ഞ് അപ്പോഴേക്കും പിന്നെ അമ്മ വന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്തു അറിയോ, നമ്മുടെ അപ്പുറത്തെ തൊടിയില്ലേ, അപ്പുറത്തെ തൊടിയിൽ പോയിട്ട് ചക്ക ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഒക്കെ കൊഴിഞ്ഞു വീണു, പഴുത്തിട്ടൊക്കെ പാടെ കൊഴിഞ്ഞു വീണു. അപ്പം ഞാൻ അതിന് 2 ചക്ക ഉണ്ടാവില്ല, ഒരെണ്ണം എടുക്കും. അപ്പം അത് ഞാൻ എന്ത് ചെയ്തു, കണ്ടോ കുരു ഞാൻ അങ്ങനെ ഇട്ടതാട്ടോ. കുരു ഇതിൽ ഇട്ടുണ്ടായിരുന്നല്ലോ, കാണാൻ കണ്ടോ, ഇങ്ങനെ ഇട്ടു. നേരെ ഇട്ടൊന്നുമില്ല, അങ്ങനെ ഇട്ടു. അപ്പോൾ വൈകുന്നേരത്തേക്ക് ചക്കക്കൂട്ടുണ്ടായി. ഇനിയിപ്പോൾ കിട്ടില്ല കേട്ടോ. അതിലൊക്കെ വെള്ളം ഇറങ്ങിയിരുന്നു, ചക്കയൊക്കെ അങ്ങോട്ട് ചീഞ്ഞ് വീഴാൻ തുടങ്ങിയിരുന്നു. അപ്പം ഞാൻ അങ്ങനെ അടച്ചു. ചക്കര കൂടി പോവാ, കുറച്ച് നേരമായിട്ട് പോവാ അങ്ങനെ. ഈ കുരുവൊക്കെ ഉണ്ടല്ലോ, നല്ലപോലെ വലിയ കുരുവായിട്ട്, നല്ല പൊടിയുള്ള കുരുവാണ്. ഇത് നല്ല ഒന്നിങ്ങനെ എടുത്ത് വെച്ചാലേ ഉണങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാലേ മുരിങ്ങ ഉണ്ടാക്കാനും സുഖമാണ്. മുരിങ്ങയെ കൂടെ ഒക്കെ ഇട്ട് വയ്ക്കും. നേരെ ഇരിക്കണം കുറച്ചായാലും. ഇപ്പോൾ വന്ന ചായയുടെയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ അത് ഉണ്ടാക്കട്ടെ. ഞാനെന്ത് ചെയ്തു അറിയോ, 4 മണിക്ക് ചായക്ക് കടി ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം എന്ത് ചെയ്തു, അരിമണി ഉണ്ടായിരുന്നു. അരിമണി വറുത്തിട്ട് ഉണ്ടാക്കി കഴിച്ചു. അപ്പം രാജേട്ടൻ വന്നപ്പോൾ ബിസ്ക്കറ്റ് കൊണ്ടുവന്നു. പിന്നെന്താണ്ട ജോലി ഉള്ളിവടയും പരിപ്പ് വട അല്ലേ, അതും കൂടെ കൊണ്ടുവന്നു. അപ്പം ഞങ്ങളൊക്കെ ഓരോരോ പൊട്ടെടുത്തു. ഇന്നലെ ഉണ്ടാക്കിയ കൊണ്ട് വലിയ ഇതിലിട്ട് എണ്ണ, ഇന്നലെ ഉള്ളിവടയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് കൊണ്ടുവന്നു. ഇതുണ്ടോ രാവിലത്തെ ഉപ്മാവാ. ഇന്ന് രാവിലെ അരിപ്പുമാവ ഉണ്ടാക്കി, പച്ചരി വെച്ചിട്ട് ഉപ്മാവ് ഉണ്ടാക്കിയ. ആർക്കും വേണ്ട അത്. ദോശയ്ക്ക് ആണെങ്കിൽ കഴിക്കുള്ളൂ മക്കളുടെ. ഉപ്മാവായ വലിയ ഇഷ്ടമല്ല. ആ ഉപ്മാവ് ഉണ്ടാക്കിയിരിക്കണം. അപ്പം ഇനി അത് കഴിഞ്ഞിട്ട് ഇന്ന് തിങ്കളാഴ്ച ദിവസമാകുമ്പോൾ ഞങ്ങൾക്ക് കുടുംബശ്രീ ഉണ്ട് കേട്ടോ. കുടുംബശ്രീ ചില സ്ഥലത്ത് ഞായറാഴ്ച ദിവസമുണ്ട്, ഞങ്ങൾക്ക് തിങ്കളാഴ്ച ദിവസം ഉണ്ടാവാൻ. അപ്പം ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ച പോയിണ്ടായിരുന്നില്ല. അപ്പം ഒന്ന് പോയി കുടുംബശ്രീ കഴിഞ്ഞ് വന്നാൽ അടുത്ത കുറച്ച് വീടിൻ്റെ അവിടെയൊക്കെ അത് പോയി വന്ന്. ഇനി ചോറ് വയ്ക്കണം, ചോറും കറിയൊക്കെ വയ്ക്കണം. അപ്പോൾ ഇന്നിത് വെക്കട്ടെ, ചക്കക്കൂട്ടാൻ വെക്കട്ടെ. എവിടെ വെച്ചാൽ ഇഷ്ടം കേട്ടോ കുട്ടികൾക്ക്. ഇപ്പോൾ ലാസ്റ്റല്ല, ഇനിയിപ്പോൾ കിട്ടില്ല, ഇത് ലാസ്റ്റാണ്. ഇപ്പോൾ വീഴൽ തുടങ്ങി, ഇനി മഴ പെയ്ത രസം ഉണ്ടാവില്ല. അപ്പം ഇതുണ്ടാകട്ടെ. രാജേട്ടൻ പണി മാറ്റി വന്നപ്പോഴേ ഇതുണ്ടോ ശർക്കരക്കിഴങ്ങ്, ഇഷ്ടമാണ് ശർക്കരക്കിഴങ്ങ്. അപ്പം അത് കൊണ്ടുവന്നിട്ടുണ്ട്. പണ്ടൊക്കെ നമ്മൾ ചായക്ക് കടിച്ചൊക്കെ ശർക്കരക്കിഴങ്ങായിരുന്നു. രാവിലെയൊക്കെ സ്കൂളിലേക്ക് പോകുമ്പോൾ ഇത് കഴിച്ചിട്ടൊക്കെ പോയായിരുന്നു. അപ്പോൾ കുട്ടികൾക്കൊക്കെ ദോശ ഇഡ്ഡലി അങ്ങനെയുള്ളതൊക്കെ പറ്റുള്ളൂ. അപ്പം ഇതിപ്പോൾ നാളെ വൈകുന്നേരം 4 മണി ചായക്ക് എടുക്കാം. പിന്നെ ഇപ്പം അതാ മീൻ എന്താ കൊണ്ടുവന്ന് വെച്ചിട്ടാ, നമ്മുടെ ഉണക്കമുള്ള. അപ്പം ചക്കക്കൂട്ടാനും ഉണക്കമുള്ള വറുത്തു അടിപൊളിയായിരിക്കും. കുറച്ചേ മേടിച്ചുള്ളൂ കേട്ടോ. ഇതുണ്ടാക്കട്ടെ. ആണോ, ചോറിന് വെള്ളം വെക്കട്ടെ. കുറച്ച് വെക്കണം ചോറ്. ഇവിടെയൊക്കെ ഫുള്ള് വെള്ളാട്ടോ. ഇപ്പം എനിക്ക് ശരിയാക്കാൻ നിൽക്കാൻ നേരില്ല. പിന്നെ മഴ പെയ്താൽ അവിടെ നിറയും. അപ്പോൾ മഴയൊന്നുമില്ല. അപ്പോൾ വേഗം കുറച്ച് ചോറ് വെക്കട്ടെ. ഇതായി കഴിഞ്ഞ് പിന്നെ കുറച്ച് ചുക്കളോടെ വയ്ക്കാം. നമ്മൾ മക്കളെ കോഴികളെ ഒന്നും കൂട്ട് കയറിയിട്ടില്ല കേട്ടോ. ഇതുണ്ടോ, എല്ലാവരും നിർത്തം ഇവിടെ നിൽക്കും. ഒന്നും കൂട്ട് കയറില്ല, എല്ലാവരും ഇവിടെ നിൽക്കുക ചെയ്യുക. കണ്ടാ ഇപ്പം എങ്ങനെ വെച്ചിട്ടാ, ഇവളുണ്ടല്ലോ, ഇവളും പിന്നെ മറ്റു 3 ആളുണ്ട്. അതൊക്കെ മുട്ടകൾ തുടങ്ങിയിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഒരുമാനൊക്കെ വെച്ചാൽ കുറച്ചും കൂടെ കുട്ടികളുണ്ടാവും. ഒന്നും കൂട്ടി കയറില്ല. കണ്ടാ ഒന്നും നടക്കള. എന്ത് സ്നേഹം അറിയാമല്ലേ. ഞാൻ ഉച്ചയ്ക്കൊക്കെ വരുമ്പോഴേ ഓടി വരും. അങ്ങനെ കാണുമ്പോണ്ടല്ലോ ഈ അമ്മൂനൊക്കെ ഭയങ്കര ഇത് കുലുട്ടാണ്. കാരണം എന്താ വെച്ചാ ഞാൻ കൊഞ്ചിക്കും. ഞാൻ ഇവരോട് എത്ര നേരം വർത്താനം പറയുന്നറിയോ, ഓരോന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുന്ദരി എന്നൊക്കെ വർത്താനം പറയട്ടോ. അത് കാണുമ്പോൾ ചീത്ത
നല്ല സ്നേഹം കേട്ടോ. ഇവിടെ തന്നെ ഇവരെടുത്ത് കുറേ നേരം നമുക്ക് സമയം ഇങ്ങനെ വർത്താനം പറയുമ്പോൾ അറിയില്ല. അത്രയ്ക്ക് ഇഷ്ടമാക്കി കോഴികളൊക്കെ ഒക്കെ ആക്കിട്ടോ. കണക്കൊക്കെയാനായിട്ട് തുണിയാളത്തിൻ്റെ മേലെ കോണിയുമ്പോൾ കൂടെ കയറി മേലെ ഇട്ടതാ. ഒന്ന് വെയിൽ കണ്ടപ്പോഴേ ഇവിടുന്ന് വലിച്ചാൽ കിട്ടുമോ? ഒരു കീറുമോ? കീറും. മേലെ പോയി എടുക്കട്ടെ കേട്ടോ. അവിടെ കാണാം, എടുത്ത് വരട്ടെ. ഇതേ നല്ല വെയിലുണ്ടാകുന്നു. ഇപ്പം നനഞ്ഞു, ഒന്ന് മഴ ചാറിയാറുണ്ട്. പുറപ്പൊക്കെ ഉണങ്ങിയിട്ടൊന്നുമില്ല. ഒരു ചവിട്ടി കേട്ടാ മണ്ണാണ് കാര്യം. അപ്പോൾ വിളക്ക് വയ്ക്കാറായിരുന്നു. അപ്പോൾ മേലെ കഴുകാൻ പോയിട്ടുണ്ട് വിളക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ മീനും കൂടെ ഉണ്ടാക്കണം. അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അങ്ങോട്ട് മേലെ കഴുകിയാലേ ചക്കക്കൂട്ടാൻ അടുപ്പത്താണ്. അപ്പോൾ ഞാനൊരു വെയിൽ കണ്ടപ്പോഴേ തിരുമ്പിയതാട്ടോ. പുതപ്പും വിരിപ്പൊക്കെ കായുമ്പൊക്കെ അവിടെ ഇട്ടതാണ്. ഇവിടെ ഇപ്പം നേരെ ഉണങ്ങും, കാരണം പൂക്ക് വെയിൽ നേരം കിടല്ലേ. ഒന്നും ഉണങ്ങിയില്ല. ഇനിയിപ്പോൾ ഇതൊക്കെ അകത്തൊക്കെ തോക്കണം. നോക്കട്ടെ. ഞാൻ രാവിലേക്ക് ഇനി ചായക്ക് കടി ഒന്നും ഇട്ടില്ല കേട്ടോ. അപ്പം എന്നാൽ രാവിലേക്ക് പച്ചരി അതുപോലെ തേങ്ങയും കൂടെ കൂട്ടി രാവിലെ അരയ്ക്കുക. അങ്ങനെ അരച്ചിട്ട് കലക്കി ദോശ. ഇവിടെ എന്താ മക്കൾ അറിയോ? ഇതിന് അമ്മായി ദോശ അങ്ങനെ പറയുക. ഞങ്ങളെ രാജേട്ടൻ്റെയൊക്കെ മാമ കേട്ടോ, അവരുടെ ഭാര്യ അമ്മായി. അവിടെ ചെല്ലുമ്പോൾ എപ്പോഴും എന്നിട്ട് ദോശയായിട്ട് ഉണ്ടാക്കി തന്നിരുന്നേ, പച്ചരി കലക്കി വെച്ചിട്ടുള്ള. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ കുട്ടികൾ പറയും എന്താ അമ്മായി ദോശ ചോദിക്കും. അപ്പോൾ നാളെ രാവിലെ നമുക്ക് അമ്മായി ദോശയാണ്. തേങ്ങ കൂട്ടണം കുറച്ച്. ഇന്നൊന്ന് വെള്ളം ഒഴിച്ചിട്ട് വെക്കട്ടെ. വെള്ളം വേണ്ടേ. അരി എടുത്ത ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്. കുറച്ചരി എടുത്തിട്ടുണ്ട്. ഉച്ചയ്ക്കത്തെ ചോറുണ്ട്. അപ്പം ഞാൻ എന്തെന്നറിയോ, ചക്കക്കൂട്ടാനല്ലേ, അതൊന്നൊക്കെ രാത്രി കഞ്ഞി കുടിക്കാൻ വെച്ചിട്ട്. ചക്കക്കൂട്ടാനായിട്ടുണ്ട് കേട്ടോ. ഇതെന്താ ചക്കക്കൂട്ടാൻ ഞാൻ കുറച്ച് ഒന്ന് ലൂസാക്കിയിട്ടുണ്ട്. ഇനി കുക്കറിൽ ഇരുന്നിട്ട് അതൊന്നും അവിടെ കുറുകും. ഇനി ഇതുണ്ടല്ലോ അരി ഇട്ടിട്ട് ഈ മീനുണ്ടല്ലോ നമ്മുടെ മാന്തളല്ല മുള്ളൻ കുറച്ചല്ലോ കേട്ടോ, അതൊന്ന് വറക്കുകയും ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മേലെ വേണം. പിന്നെ വേഗം അരി ഇട്ടിട്ട് അപ്പോഴേ രാജേട്ടൻ തറവാട്ടേക്ക് പോവുക. അപ്പോൾ നമ്മൾ കുടിവെള്ളം അവിടെ നിന്ന് കൊണ്ടുപോകാറുണ്ട്, കിണറ്റിലെ വെള്ളം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഉപ്പുമാങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അന്ന്, അതിങ്ങനെ ആയിട്ടോ ഉപ്പിലിട്ട് കിടന്നിട്ടത് ഇതായിട്ടുണ്ട്. അപ്പോൾ അതിന് കുറേ ചെത്തിയിട്ടിട്ടേ നമുക്ക് അച്ചാറുണ്ടാക്കി, ഉപ്പുമാങ്ങയുടെ അച്ചാർ. അപ്പം ഇനി ചോറിനാണ് നല്ലത്. കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകും ചെയ്യാം. അപ്പം ഇനി ഇവർ പോയിട്ട് വരട്ടെ. അപ്പോഴേക്കും ഞാൻ മീൻ വറക്കാനൊക്കെ ഉണ്ട്. മേലൊക്കെ കഴുകുന്ന റെഡിയാവട്ടെ. അപ്പോഴേ രാജേട്ടനൊക്കെ തറവാട്ടിൽ പോയി വന്നു കേട്ടോ. അവരെന്നും പോണതാണ്, കാരണം അവിടെയാണ് ഇപ്പോൾ ചില കടയില്ല. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോയി കടയിലൊക്കെ പോയി അങ്ങനെ വന്നു. അപ്പോഴേക്കും ഞാൻ ചോറൊക്കെ വെച്ചിട്ട് നല്ല ചൂടുള്ള ചോറ് കഞ്ഞി കുടിക്കണം എന്നൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെ ഇവരൊക്കെ ചോറുണ്ടെങ്കിൽ ഞാൻ മാത്രം കഞ്ഞി കുടിക്കുമ്പോൾ അപ്പോൾ ആ ചോറ് എന്താ മീൻ വറുത്തത്, നമ്മുടെ എന്താ പറയുക മുള്ളൻ ചോറ്, അമ്പുട്ടി വായോ എല്ലാവർക്കുള്ള ചോറ് നേരേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചൂടുള്ള ചക്കക്കൂട്ടാൻ. ഇന്ന് കറി ഒഴിച്ചഴിക്കാനായിട്ടൊന്നുമില്ല കേട്ടോ. ഒന്ന് മുരിങ്ങ താളിച്ചതുണ്ട്, അച്ചാറ് എന്താ ഉണക്കമുളക് വറുത്തത്. അതിൻ്റെ ഈ പച്ചമുളകില്ലേ, പച്ചമുളക് ഇങ്ങനെ ഇട്ടിട്ട് വറുക്കും നല്ല രസമാട്ടോ. അപ്പം ഇന്ന് വൈകുന്നേരത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ കമൻറ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയും.